പുതുതലമുറ ബന്ധങ്ങളിൽ പുതിയ പദങ്ങളും ഏറെയാണ്. സിറ്റുവേഷൻഷിപ്പ്, ഗോസ്റ്റിംഗ്, ബ്രെഡ് ക്രംബിംഗ്, ഗാസ് ലൈറ്റിംഗ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ. പുതിയ ഡേറ്റിംഗ് പദങ്ങളിലേക്ക് പുതിയൊരു വാക്കുകൂടി കടന്നു വന്നിരിക്കുകയാണ് ത്രോണിംഗ്. എന്താണ് ത്രോണിംഗ്? നോക്കാം. നേരത്തെ പറഞ്ഞ പദങ്ങൾ പോലെ തന്നെ ത്രോണിങ്ങും ഒരു ബന്ധത്തിലെ അനാരോഗ്യകരമായ പ്രവണതയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ തൻ്റെ പങ്കാളിയെ പുറം ലോകത്തിന് മുന്നിൽ ആഘോഷിക്കുകയും സിംഹാസനസ്ഥനാക്കുകയും ചെയ്യുന്നതിലൂടെ സ്വന്തം സാമൂഹിക നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്ന രീതിയാണ് ത്രോണിംഗ്. എന്നാൽ ഈ പ്രവണത ഒരു ബന്ധത്തിൽ ആരോഗ്യകരമാണോ എന്നുള്ളതാണ് വലിയ ചോദ്യം. ത്രോണിംഗ് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ത്രോണിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ ഒരാളെ സിംഹാസനത്തിൽ ഇരുത്തുക എന്നതാണ്. ഡേറ്റിംഗ് ലോകത്ത് ഇത് സൂചിപ്പിക്കുന്നത് ഒരാൾ തൻ്റെ പങ്കാളിയെ അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ, സാമൂഹിക നില, ആകർഷകമായ രൂപം അല്ലെങ്കിൽ ജനപ്രിയത എന്നിവയുടെ പേരിൽ മാത്രം വാഴ്ത്തിപ്പാടുകയും അതിലൂടെ തങ്ങളുടെ നിലയും വിലയും ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതിയാണ്. ഇവിടെ പങ്കാളിയെ സിംഹാസനത്തിലിരുത്തുന്ന വ്യക്തിക്ക് ആ പങ്കാളി എന്ന വ്യക്തിയേക്കാൾ പ്രധാനം അവരുടെ പദവിക്കും പ്രതിച്ഛായയ്ക്കുമായിരിക്കും. ഉദാഹരണത്തിന് ഒരു ഡോക്ടറെയോ സിഇഒയോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് രംഗത്ത് പ്രശസ്തനായ ഒരാളെയോ ഒക്കെ ഡേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ നേട്ടങ്ങളെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ പുകഴ്ത്തുന്നതിലൂടെ മറ്റുള്ളവർക്ക് മുന്നിൽ താൻ ഉയർന്ന നിലവാരത്തിലുള്ള ഒരാളാണെന്ന് സ്ഥാപിക്കാൻ ഇവർ ശ്രമിക്കുന്നു. പങ്കാളിയുടെ നേട്ടങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും സുഹൃത്തുക്കളുടെ ഇടയിലും നിരന്തരം സംസാരിക്കുക, പങ്കാളിയുടെ വസ്ത്രധാരണ രീതി, രൂപം, സൗന്ദര്യം എന്നിവയ്ക്ക് അമിത പ്രാധാന്യം നൽകുകയും അതിനെ ഒരു ട്രോഫി പോലെ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. പൊതുസ്ഥലങ്ങളിൽ ആരാധനയോടെ പെരുമാറുമ്പോഴും സ്വകാര്യമായി പങ്കാളിയുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാതിരിക്കുക. ചുരുക്കത്തിൽ ത്രോണിങ്ങിൽ പങ്കാളി ഒരു വ്യക്തിയല്ല, മറിച്ച് ത്രോണിംഗ് നടത്തുന്നയാളുടെ സാമൂഹിക മൂല്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ആക്സസറി അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ ടൂൾ മാത്രമായി മാറുകയാണ്. ത്രോണിംഗ് എന്തുകൊണ്ട് ഡേറ്റിംഗ് രംഗത്ത് പെട്ടെന്ന് ആകർഷകമായി തോന്നുന്നു എന്ന് നോക്കാം. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. സിംഹാസനസ്ഥനാക്കപ്പെടുന്ന പങ്കാളിക്ക് ആദ്യമൊക്കെ ഈ പെരുമാറ്റം വളരെ സന്തോഷകരമായി തോന്നും. ആദരവ്, അംഗീകാരം, പ്രശംസ, ശ്രദ്ധ ഇതൊക്കെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. പ്രത്യേകിച്ചും സ്വന്തം ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ മതിപ്പ് ലഭിക്കാതെ വരുമ്പോൾ പങ്കാളി ഒരു രാജകുമാരനെയോ രാജകുമാരിയോ ഒക്കെ പോലെ പരിഗണിക്കുമ്പോൾ അത് വലിയ ആശ്വാസം നൽകും. താൻ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ കഴിവുള്ള വ്യക്തിയാണെന്ന് പങ്കാളി നിരന്തരം പറയുമ്പോൾ അത് താൽക്കാലികമായി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇനി 2ാമത്തെ കാര്യം, ത്രോണിംഗ് പ്രവണതയ്ക്ക് പിന്നിലെ പ്രധാന പ്രേരണ പങ്കാളിയുടെ ആന്തരിക മൂല്യത്തേക്കാൾ പൊതുസമൂഹത്തിന് മുന്നിൽ ലഭിക്കുന്ന അംഗീകാരമാണ്. ഈ ബന്ധങ്ങൾ പലപ്പോഴും ഷോപ്പീസ് ബന്ധങ്ങളായിരിക്കും. ഇവർ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ, വലിയ നേട്ടങ്ങൾ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടും. ബാഹ്യമായ ആകർഷണം, പദവി എന്നിവയിൽ ആകൃഷ്ടരാകുന്ന സമൂഹത്തിൻ്റെ മനോഭാവത്തെ ത്രോണിംഗ് മുതലെടുക്കുന്നു. എന്നാൽ ഒരു ബന്ധം പൂവണിയുന്നത് പരസ്പര സ്നേഹം, ബഹുമാനം, വൈകാരികമായ പങ്കുവെക്കലുകൾ എന്നിവയിലൊക്കെയൂടെയാണല്ലോ. ത്രോണിംഗ് ഈ അടിസ്ഥാനങ്ങളിൽ നിന്ന് വളരെ അകലെയാണ്. വൈകാരികമായ ശൂന്യതയാണ് മറ്റൊന്ന്. ബന്ധത്തിലെ വിള്ളലുകൾ ആരംഭത്തിൽ ഒരു സ്വപ്നം പോലെ തോന്നുമെങ്കിലും ത്രോണിംഗ് ഒരു ബന്ധത്തെ വൈകാരികമായി തന്നെ ശൂന്യമാക്കും. കാരണം ഈ ബന്ധത്തിൻ്റെ അടിത്തറ സ്നേഹമല്ല, മറിച്ച് യൂട്ടിലൈസേഷനാണ്. ഇനി ഈ ബന്ധത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് പറയാം. സിംഹാസനത്തിൽ ഇരിക്കുന്ന പങ്കാളി ഉണ്ടല്ലോ, ആ പങ്കാളിക്ക് പതിയെ ഈ സത്യം ബോധ്യപ്പെടും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയായി വാഴ്ത്തപ്പെടാം. പക്ഷേ നിങ്ങൾ ദുർബലരായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ, ദുഃഖിതരായിരിക്കുമ്പോഴൊക്കെ ത്രോണിംഗ് നടത്തുന്ന പങ്കാളിക്ക് നിങ്ങളെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം അവർക്ക് വേണ്ടത് നിങ്ങളുടെ തികഞ്ഞ പ്രതിച്ഛായ മാത്രമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഭയം, ഇഷ്ടങ്ങൾ, കുറവുകൾ എന്നിവയൊന്നും അവർ ശ്രദ്ധിക്കുകയോ വിലമതിക്കുകയോ ചെയ്യില്ല. നിങ്ങൾ അവരുടെ സാമൂഹിക നിലയെ ബാധിക്കാത്ത കാലത്തോളം മാത്രമാണ് നിങ്ങൾക്ക് പ്രാധാന്യം. നിങ്ങളുടെ പദവി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം കുറഞ്ഞാൽ ഈ സിംഹാസനം പെട്ടെന്ന് തകർന്നു വീണേക്കാം. ത്രോണിങ്ങിൽ ഒരാൾ ആകർഷിക്കപ്പെടുന്നത് പങ്കാളിയുടെ പുറമോടി കണ്ടാണ്, അല്ലാതെ ഉള്ളടക്കം കണ്ടല്ല. ഒരു വ്യക്തിയുടെ വസ്ത്രങ്ങൾ, ജോലിയുടെ പദവി, ബാങ്ക് ബാലൻസ് എന്നിവയ്ക്ക് പിന്നിലെ യഥാർത്ഥ വ്യക്തിയെ അവർ കാണാതെ പോകുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പ്രണയത്തിന് പകരം ആകർഷണം മാത്രമായിരിക്കും നിലനിൽക്കുക. ഈ ബന്ധങ്ങൾ കാലക്രമേണ ഉപയോഗിക്കപ്പെടുന്നു എന്ന തോന്നലിലേക്ക് നയിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്ന വ്യക്തിക്ക് താൻ ഒരു ട്രോഫി വൈഫ് അല്ലെങ്കിൽ ഒരു ട്രോഫി ഹസ്ബൻഡ് മാത്രമാണെന്ന തിരിച്ചറിവ് വലിയ വേദന നൽകും. കാരണം തനിക്ക് ലഭിക്കുന്ന ശ്രദ്ധ അത്രയും താൻ ആരാണ് എന്നതിലല്ല, മറിച്ച് താൻ എന്താണ് എന്നതിനാണ് എന്നവർ മനസ്സിലാക്കും. ത്രോണിംഗ് ഒഴിവാക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒരു ബന്ധത്തിൽ ത്രോണിംഗ് പോലുള്ള അനാരോഗ്യകരമായ പ്രവണതകൾ തിരിച്ചറിയുകയും അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകരമായൊരു ബന്ധം കെട്ടിപ്പടുക്കുന്നത് പരസ്പര സ്നേഹത്തിനും ബഹുമാനത്തിലും ഉത്തരവാദിത്വത്തിലുമാണ്. ഇവിടെ ഒരാൾ മറ്റൊരാളെ സിംഹാസനത്തിലിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പകരം നിങ്ങൾ പരസ്പരം നേട്ടങ്ങൾ ആത്മാർത്ഥമായി ആഘോഷിക്കുകയും ജീവിതത്തിൽ താങ്ങും തണലുമായി നിലകൊള്ളുകയും വേണം. നിങ്ങളുടെ പങ്കാളിക്ക് നിരന്തരമായ വാലിഡേഷൻ നൽകുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
എന്നാൽ അത് നിങ്ങളുടെ സ്വന്തം സാമൂഹിക നേട്ടത്തിന് ആയിരിക്കരുത്. ഒരാളുടെ കുറവുകൾ മനസ്സിലാക്കി അവരെ വ്യക്തിയായി അംഗീകരിച്ച് ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ത്രോണിംഗ് ഒരു സ്വപ്നം പോലെ തോന്നാമെങ്കിലും നിലനിൽക്കുന്ന സ്നേഹം കെട്ടിപ്പടുക്കുന്നത് പരസ്പര ആദരവും അംഗീകാരവുമാണ്, അല്ലാതെ പുറം ലോകത്തിനായുള്ള പൊള്ളയായ പ്രദർശനമല്ല.